ഹലോ ഫ്രണ്ട്സ്, സ്പിരിച്വൽ ഡോട്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് പണത്തെ ആകർഷിക്കാം എന്നതിനെക്കുറിച്ചാണ്. സന്തോഷകരമായ ജീവിതത്തിന് നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് പണമില്ലെങ്കിൽ എപ്പോഴും നമുക്ക് സ്ട്രെയിൻ ആയിരിക്കും ഉണ്ടാകുക. നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നത്തിനും കാരണം പണത്തിൻ്റെ അഭാവമാണ്, അല്ലേ? നമ്മൾ എപ്പോഴും ചിന്തിക്കാറില്ലേ, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും പണം വരുന്നില്ല എന്നൊക്കെ, ശരിയല്ലേ? മണി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മൈൻഡ് സെറ്റാണ്. ഇത് പണമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ മനസ്സിൽ ആദ്യം എന്താണ് വരുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പണവുമായി നമ്മുടെ ബന്ധം എങ്ങനെയാണെന്നും നമ്മുടെ വാല്യൂ സിസ്റ്റം എങ്ങനെയാണെന്നും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. പണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് നെഗറ്റീവ് ചിന്തകളുണ്ട്. അതായത് പണം എപ്പോഴും നമ്മൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പണത്തോട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഒരു പേടിയുണ്ട്, ശരിയല്ലേ? പണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ, ഒരുപാട് പണമുള്ളവർ ഭയങ്കര അത്യാഗ്രഹികളാണെന്നും ക്രൂരന്മാരാണെന്നും. പല ആളുകളും അങ്ങനെയാണ് ഇപ്പോഴും വിശ്വസിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാലും നമ്മൾക്കെല്ലാവർക്കും പണം വേണം, അല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ എല്ലാവരുടെയും ആവശ്യം പണമാണ്. പക്ഷേ അതിന് നേരെ വിപരീതമാണ് നമ്മുടെ മൈൻഡ് സെറ്റ്. പിന്നെ എങ്ങനെയാണ് നമുക്ക് പണം ഉണ്ടാവുക? ശരിക്കും പണത്തിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ്? രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി ചെയ്തതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് പണം ഉണ്ടാവുമോ? കഠിനാധ്വാനം ചെയ്താൽ പണം ഉണ്ടാവുമോ? ഇല്ല. പണമെന്ന് പറയുന്നത് ഒരു മൈൻഡ് സെറ്റാണ്. നിങ്ങളുടെ മനസ്സിൽ എന്താണോ പണവുമായി ബന്ധപ്പെട്ട് പേടിയുള്ളത് അത് മാറ്റിയെടുക്കണം. ആദ്യം നിങ്ങളുടെ ഭയം എന്താണെന്ന് കണ്ടുപിടിക്കണം. ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സ് പണത്തിനെ അട്രാക്റ്റ് ചെയ്യുകയാണോ അതോ റിജക്റ്റ് ചെയ്യുകയാണോ എന്നാദ്യം മനസ്സിലാക്കണം. നിങ്ങളുടെ മനസ്സിൽ സമൃദ്ധിയുടെ മൈൻഡ് സെറ്റ് ആണെങ്കിൽ സമൃദ്ധിയായിരിക്കും അട്രാക്റ്റ് ചെയ്യുന്നത്. ബേസിക്കലി നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നു. നമ്മൾ ചിന്തിക്കുന്ന കാര്യത്തിന് ഫീലിങ്സും കൂടെ ചേരുമ്പോൾ അത് വേഗം മാനിഫെസ്റ്റ് ആവുന്നു. നമ്മൾ നിരന്തരം ഇല്ലായ്മയും ദാരിദ്ര്യവുമാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മളിൽ ഇല്ലായ്മയും ദാരിദ്ര്യവും അട്രാക്റ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ നന്മയും സമ്പത്തും ഉയർച്ചയും നിറഞ്ഞ ചുറ്റുപാടുകളെപ്പറ്റി ചിന്തിച്ചാൽ നമ്മളിലേക്ക് സമൃദ്ധിയും സന്തോഷവും ഉയർച്ചയും അംഗീകാരവും തീർച്ചയായിട്ടും കടന്നു വരും. നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ട്രെയിൻ ചെയ്യാൻ പറ്റും. എപ്പോഴും സമൃദ്ധിയെക്കുറിച്ചും ഉയർച്ചയെക്കുറിച്ചും മാത്രം സംസാരിക്കുക. നമുക്ക് അഫർമേഷനിലൂടെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ട്രെയിൻ ചെയ്തെടുക്കാം. നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധിക്കും സമ്പത്തിനും വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന 3 അഫർമേഷനുകൾ പറയാം. ഞാൻ സമൃദ്ധിയിൽ ജീവിക്കുന്നു. ഞാൻ സമ്പന്നനാണ്. എന്നിൽ എല്ലായ്പ്പോഴും ആവശ്യത്തിലധികം പണമുണ്ട്. ഈ അഫർമേഷനുകൾ രാവിലെയും രാത്രിയും 21 പ്രാവശ്യം എഴുതണം. അതിനുശേഷം നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തും എപ്പോഴും നിരന്തരമായി ഈ അഫർമേഷനുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഈ അഫർമേഷൻ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ ബ്ലോക്കുകൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് നമ്മുടെ മനസ്സിലുള്ള കുറേ പേടികൾ, വിശ്വാസങ്ങൾ ഒക്കെ പതിയെ ഇല്ലാതാകും. അങ്ങനെ നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിനെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ അഫർമേഷനുകൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ചേഞ്ച് ചെയ്യും.
ഒരു പ്രാവശ്യം ഇത് സബ് കോൺഷ്യസ് മൈൻഡിൽ കയറിയാൽ അത് വിശ്വാസമായി മാറുന്നു. അതിനുവേണ്ടി നിരന്തരമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാം. നല്ല മാറ്റം ഉണ്ടാവും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്